കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇതേപോലെ ഈ സമയത്തായിരുന്നു ഒരു പട്ടിക വന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 ഗ്രാമങ്ങളുള്ള അവാർഡ്, അല്ലെങ്കിൽ ഒരു 10 ഗ്രാമങ്ങൾ. അതിൽ ഒന്ന് നമ്മുടെ കൊല്ലംകോടായിരുന്നു. അതിൽ തന്നെ മേഘാലയയിലെ ഒരു പ്രദേശമുണ്ട്, അതോടൊപ്പം തന്നെ ഹിമാചലിലെ കൽപ്പയുണ്ട്. അപ്പം സംഗതി നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലംകോടാണ്. അപ്പോൾ കാഴ്ച കണ്ടേക്കാം, വാ. പട്ടികയിൽ ഇടം പിടിച്ചതിന് പിന്നാലെ യാത്രാപ്രേമികളുടെ കുത്തൊഴുക്കാണ്. മൺസൂൺ ആയതോടെ കൊല്ലംകോടിന്റെ ദൃശ്യഭംഗി പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കൊല്ലംകോടെത്തുന്ന ഏതൊരു സഞ്ചാരിയും അവരുടെ യാത്ര ആരംഭിക്കുന്നത് ഈ ചായക്കടയിൽ നിന്നായിരിക്കും. അതെ, ചെല്ലഞ്ചേട്ടന്റെ ഓലമേഞ്ഞ രുചിക്കൂട്ടുകളുടെ കലവറ. എന്നാൽ ഇപ്പോൾ ചെല്ലഞ്ചേട്ടനെ കൂടാതെ ഓലമേഞ്ഞ കടകൾ വഴിനീളെ കാണാം. എല്ലാവരുടെയും യാത്ര നെൽവയലുകളുടെ പച്ചപ്പിലേക്ക്. ആ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകൾ. അത് താഴേക്ക് വെള്ളച്ചാട്ടങ്ങൾ താഴേക്ക് പതിക്കുന്നു. എന്തായാലും ഇടുക്കിയിലെ ഒരു പാട്ടുണ്ടല്ലോ, മഹേഷിൻ്റെ പ്രതികാരത്തിലെ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. പക്ഷേ അതൊന്നുമല്ല മക്കളെ, ഈ പാലക്കാടത്തെ കാറ്റാണ് കാറ്റ്. നോക്കെത്താ ദൂരത്തോളം പച്ചവിരിച്ച വയലുകൾ കടലിന് തുല്യം. പാടവരമ്പുകൾ പീലി വിരിച്ച് നമ്മളെ കാത്തിരിക്കും. തലയെടുപ്പോടെ തെങ്ങുകളും കരിമ്പനകളും, ഇന്നലകളെ കാക്കുന്ന ഗ്രാമത്തനിമ, കാറ്റിനൊപ്പം തലയാട്ടുന്ന തെങ്ങിൻ നിരകളും ഇല്ലിയും പുൽച്ചെടികളും. പാടത്തിന് നടുവിൽ അങ്ങിങ്ങായി കുടിലുകൾ. വിയർപ്പൂറ്റുന്ന കർഷകരുടെ ആശ്വാസ ഇരിപ്പിടമാണിത്. നോക്കെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന വയൽപ്പാടങ്ങൾ. അതിലെന്താ തന്നെ കൃഷി നടക്കുന്ന സമയമാണ്. ഏച്ചിമാരൊക്കെ നല്ല പണിയിലാണ്. നമ്മളെന്തായാലും പാലക്കാട് ജില്ലയെ ഗോവിന്ദാപുരം വഴി പൊള്ളാച്ചിയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കൊല്ലംകോട്. സംഗതി കണ്ടാലും 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 മതിവരാത്ത ഒരു വിശ്വ ലോകം. പാറയ്ക്ക് മുകളിൽ നിന്നും ഒരു വെള്ളിക്കൊലുസ് പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം എത്ര കണ്ടാലും മതിവരില്ല. എത്രയെത്ര സിനിമകളാണ് ഈ മനോഹര ഭൂമിയെ അഭ്രപാളികളിൽ എത്തിച്ചത്. ഇന്നത്തെ വികസന കുതിപ്പുകളോ ചീറിപ്പായുന്ന വാഹനത്തിലുള്ള ബഹളങ്ങളോ ഇല്ല. പഴയ ഗ്രാമഭംഗിയുള്ള കൊല്ലംകോട് അങ്ങനെ നിലകൊള്ളുകയാണ്. ഭാഷ കൊണ്ടും രുചി കൊണ്ടും സംസ്കാരം കൊണ്ടും കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടം. ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന കമ്മാര സമുദായത്തിൽ നിന്നാണ് കൊല്ലംകോട് എന്ന പേര് ഉരുത്തിരിഞ്ഞതെന്നാണ് വിശ്വാസം. പലകുറി നമ്മൾ തന്നെ ഈ ദൃശ്യാനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷെ എത്ര പറഞ്ഞാലും മതിവരാത്ത കാഴ്ചയുടെ പറുദീസയാണ് കൊല്ലംകോട്. കാഴ്ച കാണാനെത്തുന്ന സഞ്ചാരികളെ ഈ മനോഹാരിത സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. മറക്കരുത്. കേരളത്തിലെ പലയിടങ്ങളിലും ഇങ്ങനെ നോക്കത്താ ദൂരത്തോളമുള്ള നെൽപ്പാടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ പാടനടുവിൽ ഇങ്ങനെ കുത്തനെയുള്ള കരിമ്പനകൾ, അത് പാലക്കാടിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.